അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോയി. ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാൻ പോയി. പക്ഷേ ഒന്നും എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല കാര്യമായിട്ട്. അപ്പം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ പഠിക്കാൻ പോയ എന്തൊക്കെയാണ്. ഇത് ആര്യ വർക്കാണ്. പക്ഷെ ആര്യ വർക്കല്ലല്ലോ, ഇത് ഈ ടീഷർട്ടിലൊക്കെ പ്രിൻ്റ് ചെയ്യണല്ലേ, പ്രിൻറ്റിങ്, അതാണ്. ഇത് കുറച്ചുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നല്ല ആ സമയത്ത് 50,000 രൂപ കൊടുത്ത് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അതൊക്കെ. ഇതിൻ്റെ ഒരു ഫ്രെയിമിന് 160 രൂപയാണ് ഒരെണ്ണം. അപ്പോൾ ഇതിനന്നൊക്കെ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ബോട്ടിൽ ആർട്ടാണ്. ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല. കണ്ട ഇതൊക്കെ മൂത്ത മോനെ പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ, ഉറങ്ങണ സമയത്തൊക്കെ ഞാൻ ചെയ്ത സാധനങ്ങളാണ്. ഇതുപോലെ ഒരുപാട് കുപ്പികളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന കുപ്പികൾ വഴി കിടക്കുകയാണെങ്കിൽ സ്പോട്ടിന് എടുത്തുകൊണ്ട് വരും. കൈറോൺ ഇത് വന്നിട്ട് ഇത് തമിഴ്നാട് സാധനമാണ്. ഇത് എനിക്ക് അവിടുത്തെ മിടാലം ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. ഇത് വേണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിലൊക്കെ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നതാണ്. ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ല. അത് പോയിട്ട് ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പാടും, ഒന്നും തൊടാൻ പറ്റില്ല. ഇത് വന്നിട്ട് GITDയിൽ കുറച്ചേരം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴവിടുത്തെ റെക്കോർഡ് ബുക്കാണത്. ഒരു 6 മാസത്തോളം ഫാഷൻ ഡിസൈനിങ്ങും പിന്നെ എന്താ മ്യൂറൽ പെയിൻറ്റിങ് അതൊക്കെ പഠിക്കാൻ പോയിരുന്നു. അപ്പോഴും ചെയ്തതാണ്. ഇതൊക്കെ മ്യൂറൽ പെയിൻറ്റിൻ്റെ നമ്മൾ ചെയ്ത് പഠിച്ച തുണിയാണ്. അതൊക്കെ പിഞ്ചു പോയി. പിന്നെ ഇത് ഞാൻ ഇവിടെ എന്നെ ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഞാനൊരു മലയാള മനോരമ പത്രത്തിൽ ഒരു പരസ്യം കണ്ടിട്ട് ഓൺലൈൻ വഴി വാങ്ങിച്ച ബുക്കാണ്. ടെഡി ബെയർ എങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും പിന്നെ ഏതൊക്കെ തുണിയാണ് യൂസ് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് ഇനിയുണ്ട്. ഇത് വന്നിട്ട് എനിക്ക് സ്കൂളിൽ അംഗൻവാടി വഴി ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു വെക്കേഷൻ സമയത്ത്. 10ൽ +1 അങ്ങാണ്ടായിരുന്നു. അപ്പോൾ നറുക്ക് നമ്മൾ ചെയ്യണ സാരീസൊക്കെ അവസാനം നറുക്കിട്ട് വന്ന പിള്ളേർക്ക് തന്നെ നറുക്കിട്ട് കൊടുക്കും. അങ്ങനെ എനിക്ക് നറുക്ക് വീണ സാരിയാണിത്. ഞാൻ ചെയ്ത സാരി, ഞാനും വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ചെയ്ത സാരിയാണ്. പിന്നെ അപ്പോൾ ഞാൻ സ്കൂൾ സമയത്ത് ഒരുപാട് ഇത് പഠിച്ചിട്ടുണ്ട് സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ. പക്ഷെ എനിക്ക് ഒന്നും കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. എന്താ വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ്. അങ്ങനെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് 6 മാസത്തോളം പഠിച്ച്, മ്യൂറൽ പെയിൻറ്റ് പഠിച്ച്, പിന്നെ കോളേജിലൊരു ഒരു വർഷത്തോളം ബ്യൂട്ടീഷ്യൻ പഠിച്ച്. ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. കാരണം എക്സാം നടന്ന സമയത്ത് ഞാൻ ആശുപത്രിയിലായിരുന്നു. അത് എല്ലാവരും പറയണ ഒരു ഡയലോഗാണ്, പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ ജയിച്ചുകൂടായിരുന്നു. അപ്പോൾ പറയാം, ആ സമയത്ത് എനിക്ക് വയ്യാതെ കിടന്നുകൊണ്ടല്ലേ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയായിട്ട് എനിക്ക് ബ്യൂട്ടീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും. പിന്നെ ഒരു 2 മാസം സ്കൂൾ അവധിക്ക് +2 സമയത്ത് ടാലി പഠിക്കാൻ പോയി. പിന്നെ അങ്ങനെ ഒരുപാട് കുട തയ്ക്കാൻ നമ്മൾ ബാലസംഘത്തിലൊക്കെ പണ്ട് ഞാൻ ഉണ്ടായിരുന്നു. ബാലസംഘം വഴി കുട നിർമ്മാണത്തിന് പോയി, സോപ്പ് നിർമ്മാണം പഠിച്ച്, പിന്നെ ഫ്ലവർ മേക്കിങ്, അങ്ങനെ ഒരുപാട് സംഭവം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കാത്തതായിട്ട് യാതൊന്നുമില്ല, എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ അതൊന്നും കൊണ്ട് ഒരു ഉപയോഗമില്ല. കല്യാണം കഴിഞ്ഞോടുകൂടി അങ്ങ് ഒതുങ്ങി മൊത്തത്തിൽ. എവിടെയും പോകണമെങ്കിൽ അത്ര പുറത്തിറങ്ങുള്ളൂ. അല്ലാതെ
ഒരാവശ്യത്തിന് എനിക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ വീട്ടിൽ ഇരുന്ന് മടുക്കുമ്പോഴത്തേക്കും ചേട്ടൻ സാധനം വല്ല വാങ്ങിക്കുമ്പോഴെങ്കിൽ ഞാൻ ചോദിക്കും ഞാനോടി വരട്ടാണ്, അങ്ങനെയൊക്കെ പോകണതല്ലാതെ ഒരു പിന്നെ കുറച്ച് ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നിനും ജോലിക്കൊക്കെ പോയി, ഒരുപാട് ദിവസമൊന്നും പോയില്ല. അങ്ങനെയൊക്കെയുള്ള അല്ലാതെ ഞാനങ്ങനെ പിന്നെ നമ്മളൊരുപാട് കറങ്ങാനൊക്കെ പോകും. അല്ലാതെ ഇതൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് എനിക്കൊരു ഉപയോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. വെറുതെ പഠിച്ചു, കുറേ പൈസ കളഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ സ്റ്റൈഫൻഡ് കിട്ടും. ആ പൈസയ്ക്കൊക്കെ ഇതുപോലെ ആരെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്രി ബക്രിയൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ എനിക്കൊന്നും കൊണ്ടൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.